എന്താണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്? അല്ല സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. അങ്ങനെ സിനിമാക്കാരുടെ സംഘടനയായ അമ്മ സംഘടനയിൽ നിന്നും പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ രാജിവെച്ച് പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പലരും ഈ സംഭവം ഇതിനോടകം വാർത്തകളിലും മറ്റും അറിഞ്ഞു കാണും. എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കൂട്ടരാജി? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ, അതുപോലെ തന്നെ അൻസിബയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അമ്മയുടെ ഒരു സ്റ്റാഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ആയതോടെയാണ് ഈ കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നത്. സംഭവം കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു ജനറൽ ബോഡി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു വാർഷിക ജനറൽ ബോഡി യോഗമായിരുന്നു. എല്ലാ വർഷവും കൂടുന്ന ഒരു യോഗമാണ്. അമ്മ സംഘടനയിൽ അംഗത്വം കൊടുക്കുന്ന എല്ലാവരും ഒത്തുചേരുന്ന ഒരു യോഗമാണത്. ഈ യോഗത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ സംഘടനയുടെ വാർഷിക കണക്കുകൾ അവതരിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ശ്വേതാ മേനോൻ അടങ്ങുന്ന ഭരണസമിതിക്ക് വാർഷിക കണക്ക് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റിയില്ല. ചില സാമ്പത്തിക ക്രമക്കേടുകൾ അവിടെ നടന്നു. അതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ അടങ്ങുന്ന ഭരണസമിതിക്ക് വാർഷിക കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റാതായതോടെ പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഈ ഭരണസമിതിയിൽ വിശ്വാസമില്ല എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ തുടങ്ങി. അതോടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനിടയിൽ അൻസിബയ്ക്ക് ഈ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അൻസിബ കൃത്യമായി മുതലാക്കുകയും ചെയ്തു. അൻസിബയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? എന്തായിരുന്നത്? അൻസിബയെ ടിനീട്ടും ഒരു വർഗീയവാദി എന്ന് വിളിക്കുകയും അതേപോലെ തന്നെ ലക്ഷ്മി പ്രിയ അൻസിബയ്ക്ക് ഒരു വ്യാജ പരാതി പോലീസിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അൻസിബ കുടുംബം തകർക്കാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അൻസിബയെ വിളിപ്പിക്കുകയും അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടോർച്ചർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അൻസിബ അമ്മ സംഘടനയിൽ പരാതി നൽകിയ സമയത്ത് ശ്വേതാ മേനോൻ കൊടുത്ത മറുപടി എന്താണ്? നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നായിരുന്നു. ഈ കാര്യം അൻസിബ ജനറൽ ബോഡി യോഗത്തിൽ അവതരിപ്പിച്ചു. എല്ലാവരും അൻസിബയ്ക്ക് സപ്പോർട്ടായി നിന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ശ്വേതാ മേനോനും സംഘത്തിനും മനസ്സിലായി. അങ്ങനെയാണ് ഇവർ കൂട്ടരാജിവെച്ച അമ്മ സംഘടനയിൽ നിന്നും ഇറങ്ങി വരുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ രാജിവെച്ച് പുറത്തിറങ്ങിയ ഉടനെ തന്നെ നേരെ പോയത് മാധ്യമങ്ങളുടെ മുന്നിലേക്കാണ്. എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ശ്വേതാ മേനോൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോ എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st May. 1 തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഓക്കെ, ആ സംഭവം അറിയാലോ. നിലവിൽ ഈ പിരിച്ചുവിട്ട കമ്മിറ്റിയിലെ ട്രഷറർ ആരായിരുന്നു? ഉണ്ണി ശിവപാലായിരുന്നു. ഈ ഉണ്ണി ശിവപാലുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? ഈ പറയുന്ന ഉണ്ണി ശിവപാൽ ട്രഷറർ ആണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണി ശിവപാൽ എന്താക്കി? അമ്മ സംഘടനയിലെ ഓഫീസ് സ്റ്റാഫിന് അമിത ജോലി കൊടുത്തു. രാപ്പകലില്ലാത്ത റെസ്റ്റ് ഇല്ലാത്ത ജോലി അങ്ങ് കൊടുത്തു. ഇതോടെ ജോലിഭാരം കൂടിയതോടെ ഓഫീസ് സ്റ്റാഫ് എന്താക്കി? നേരെ അമ്മ സംഘടനയിലും ലേബർ ഓഫീസിലും കൊണ്ടുപോയി ഉണ്ണി ശിവപാലിനെതിരെ ഒരു പരാതി കൊടുത്തു. ഇവരുടെ ജോലിയിൽ നിന്നും രാജിവെച്ചു. ഈ പറയുന്ന ഉണ്ണി ശിവപാലും ശ്വേതാ മേനോനും അത്ര നല്ല രസത്തിലല്ല കേട്ടോ. ആ ഒരു അവസരത്തിൽ ഈ ഓഫീസ് സ്റ്റാഫിന്റെ പരാജയം കൂടി ആയതോടെ ശ്വേതാ മേനോൻ എന്താക്കി? ഉടനടി ഉണ്ണി ശിവപാലിനെതിരെ ഒരു നടപടി എടുത്ത് ഉണ്ണി ശിവപാലിനോട് ചോദിക്കുക പോലും ചെയ്ത ഉണ്ണി ശിവപാലിനെ ജോലിയിൽ നിന്നും കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തി. നമുക്കറിയാം സാമ്പത്തിക കാര്യങ്ങൾ നോക്കേണ്ടത് ട്രഷററാണ്. ട്രഷറർ ജോലിയിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തകിടം മറിയും. അത് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ജോലിയിൽ നിന്നും ശ്വേതാ മേനോൻ ഈ പറയുന്ന ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്തിയത്. എന്നാൽ അവസാനം ഈ ഉണ്ണി ശിവപാലിനെ കുറിച്ച് ശ്വേതാ മേനോൻ എന്താ പറയുന്നത്? അയാൾ ജോലിയിൽ നിന്നും ഒളിച്ചോടിയെന്നാണ്. ഇവര് മാറ്റി നിർത്തിയതാണ് സംഭവം. എല്ലാം കൂടി മൂപ്പരെ തലയിലേക്ക് കൊണ്ടിട്ടാണ് കാര്യം. എന്തായാലും ഇതിന് ഉണ്ണി ശിവപാൽ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല
കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കാരണം ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മയിലെ, എന്നെ വിശ്വസിക്കുന്ന അമ്മയിലെ മെമ്പേഴ്സിനും അടിയാണ് തന്നിരിക്കുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? ഓക്കെ, ഇതാണ് ഉണ്ണി ശിവപാലിന്റെ പക്ഷം എന്ന് പറയുന്നത്. തനിക്ക് പറയാനുള്ളത് കേൾക്കുക പോലും ചെയ്യാതെയാണ് തന്നെ ജോലിയിൽ നിന്നും അന്ന് സസ്പെൻഡ് ചെയ്തത് എന്നാണ് ശിവപാൽ പറഞ്ഞത്. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ശ്വേതാ മേനോന് പറയാനുള്ളത് ബാക്കിയൂടെ കേട്ടോക്കാം. അപ്പോ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റ് ആണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഓക്കെ, ആ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ശ്വേതാ മേനോന് 2025 ഓഗസ്റ്റിലാണ് അധികാരത്തിലേറുന്നത്, പ്രസിഡന്റായിട്ട് അധികാരത്തിലേറുന്നത്. അതിനു മുമ്പ് അമ്മ സംഘടനയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ബാബുരാജ് അടങ്ങുന്ന ഒരു ഭരണസമിതിയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ ഇപ്പൊ പറയുന്നത് എന്താണ്? ഞാൻ അധികാരത്തിലേറി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ തൊട്ടുള്ള കണക്കുകളെല്ലാം കറക്റ്റ് ആണ്, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അതിനു മുമ്പ് ബാബുരാജ് ഭരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അവരെന്തൊക്കെയോ ചില തിരുമറികൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ വന്ന പ്രശ്നമാണ് പോലും. ഇവിടെ ഏതിനും ശ്വേതാ മേനോന് മറ്റുള്ളവരുടെ തലയിലിട്ട് ഒയ്യാൻ നോക്കാണ്. ആദ്യം ട്രഷറുടെ തലയിലിടാൻ നോക്കി, ഇപ്പൊ അതാ മുമ്പുള്ള ഭരണസമിതിന്റെ തലയിലിടാൻ നോക്കുന്നു. സംഭവം പുള്ളിക്കാർക്ക് ഒന്നും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, കയ്യിൽ നിന്ന് പോയി. അതന്നെ സംഭവം. ഇനി ഇതിന് ബാബുരാജ് കൃത്യമായി ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ബാബുരാജിന് പറയാനുള്ള എന്താന്നുള്ളത് കേട്ടോക്കാം. ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് പ്രഷർ റേറ്റ് ഇല്ല, കണക്കുകൾ ശരിയല്ല, അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ. അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറയുന്ന കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെ ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു വാർഷിക റിപ്പോർട്ട് പോലും കൃത്യമായി നൽകാൻ പറ്റാത്തൊരു കമ്മിറ്റിയാണ്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാനിതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. ട്രഷറിന് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ട്രഷറിന് ജോലി ചെയ്യാൻ ഒരു സ്പേസ് കൊടുത്തിട്ട് വേണ്ടേ? മൂപ്പരൊന്ന് ജോലി ചെയ്ത് വന്നപ്പോഴേക്കും മൂപ്പര് അങ്ങ് സസ്പെൻഡ് ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? കറക്റ്റ് കാര്യം തന്നെയാണ് ഇവിടെ ട്രഷറർ ആയിട്ടുള്ള ഉണ്ണി ശിവപാൽ ചെയ്തത്. ചെയ്യാത്ത ജോലിന്റെ കണക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി കേട്ടോക്കെ എന്തായാലും കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി 25 ദിവസം കൂടി 45 ദിവസം കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? ഈ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റാതായതോടെ ഈ ശ്വേതാ മേനോൻ അടങ്ങുന്ന ഭരണസമിതി അംഗം ഒരു 45 ദിവസം കൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 45 ദിവസം കൂടി ഞങ്ങൾക്ക് തന്നാണെങ്കിൽ ഞങ്ങൾ കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് ആരും സമ്മതിച്ചില്ല. അതോടെയാണ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ രാജിവെച്ച് പോയത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. കണക്കുകൾ അവതരിപ്പിക്കേണ്ട സമയത്ത് അവതരിപ്പിക്കണം, അല്ലാണ്ട് അവിടെ സമയം കൂട്ടി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ. ബാക്കി കേട്ടോക്കെ എന്തായാലും ചേട്ടന്റെ കമ്മിറ്റിയിലായിരുന്നു കണക്കിന് പ്രശ്നമെന്നാണ്. എന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. ഓക്കെ, തന്റേത് ഒരു അഡ്ഹോക് കമ്മിറ്റി ആയിരുന്നു എന്നാണ് ഇവിടെ ബാബുരാജ് പറഞ്ഞു വെക്കുന്നത് അല്ലേ? ഇനി എന്താണ് അഡ്ഹോക് കമ്മിറ്റി അത് പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും കാരണവശാൽ ഒരു കമ്മിറ്റി കാലയളവ് തീരുന്നതിന് മുമ്പ് ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ രാജിവെച്ച് പോയി കഴിഞ്ഞാണെങ്കിൽ താൽക്കാലികമായി ചുമതല ഏൽക്കുന്ന ഒരു കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ശ്വേതാ മേനോൻ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് അമ്മ സംഘടന ഭരിച്ചിരുന്നത് സിദ്ദീഖ് അടങ്ങുന്ന ഒരു ഭരണസമിതിയായിരുന്നു. പക്ഷെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അവർ കാലാവധി തീരുന്നതിന് മുമ്പാണ് രാജിവെച്ച് പുറത്തു പോയത്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ കാലാവധി തയ്ക്കാൻ വേണ്ടി ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ആക്ച്വലി പറയുന്ന ബാബുരാജ് എന്ന് പറയുന്നത്. അവർ കുറച്ച് മാസങ്ങൾ മാത്രമേ അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നുള്ളൂ. അതിനുശേഷമാണ് പെർമനന്റ് ആയി ശ്വേതാ മേനോൻ അടങ്ങുന്ന ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പൊ ബാബുരാജ് സംസാരിച്ചു വെച്ചത്. എന്തായാലും ബാക്കി കേട്ടോക്കാം.
അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്വേത പറഞ്ഞാൽ കറക്റ്റ് തന്നെ. ബാബുരാജ് അടങ്ങുന്ന അഡ്ഹോ കമ്മിറ്റിയിലും ചില തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട്. അവർക്കും കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ബാബുരാജ് പറഞ്ഞ ന്യായീകരണം കേട്ടില്ലേ? കണക്ക് നോക്കുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തില്ല, അതുകൊണ്ട് അവന് കണക്കുകൾ കൃത്യമായി വന്ന് പറഞ്ഞില്ല പോലും. അപ്പൊ എല്ലാവരും ഉടായ്പകൾ തന്നെ. ഇവരെന്താ കിട്ടുന്ന ഫണ്ടൊക്കെ പുട്ടടിക്കാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. കറക്റ്റ് ആയിട്ട് ഇവർ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കണക്ക് അവതരിപ്പിക്കുന്നതിന്റെ ഒരു പ്രശ്നം വരില്ലായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ ഫണ്ടുകൾ രണ്ട് കമ്മിറ്റിക്കാരും മുക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ബാബുരാജ് അടങ്ങുന്ന അഡ്ഹോ കമ്മിറ്റി മുക്കിയിട്ടുണ്ടാകും, ശ്വേതാമേനൻ അടങ്ങുന്ന കമ്മിറ്റി മുക്കിയിട്ടുണ്ടാകും. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. ബാബുരാജ് ഈ സംഘടനയെ കുറ്റാരോപിതരുടെ കയ്യിലേക്ക് വീണ്ടും വിട്ടെറിഞ്ഞു എന്ന് പറഞ്ഞു. ഒരാളുമല്ലോ കുറ്റാരോപിതർ. ശ്വേതക്കെന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം. ഓക്കെ, ഇത്രയുമാണ് ബാബുരാജിന് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് ടു ശ്വേതാ മേനോനിലേക്ക് തന്നെ വരാം. ശ്വേതാ മേനോന് ബാക്കി എന്താ പറയാനുള്ളത് കേട്ടോക്കാം. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അമ്മ രാജി വെച്ചു. അങ്ങനത്തെ രാജി. അത് ശരി. അപ്പൊ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, അമ്മ സംഘടനയിലെ മെമ്പർഷിപ്പ് സ്ഥാനം മൊത്തത്തിൽ അങ്ങ് രാജിവെച്ചല്ലേ? നല്ല കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണി നല്ലത്. നിങ്ങളുടെ സംഘടനയിലെ ഒരു വ്യക്തി നിങ്ങളുടെ സംഘടനയിലെ ഒരാളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി വരുന്ന സമയത്ത് അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന കണക്കുകൾ കൃത്യമായി നോക്കാൻ അറിയാത്ത എന്തിനേതിനും മറ്റുള്ളവരുടെ തലയിലിട്ട് പായിച്ചാലും നോക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറ്റിയ പണിയില്ലത്. ഇതിലും ഭേദം നിങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കാത്ത തന്നെയാണ്. എന്തായാലും കുറെ കാലം പഴയൊക്കെ കേട്ട് നടന്നതല്ലേ. ഇനിയിപ്പോ കുറച്ചു കാലം വീട്ടിലേക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തോളി. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. കുറ്റാരോപിതരായ എല്ലാ ആൾക്കാരും ബാക്കി പേരുകൾ എന്തിനാണ്? അത് അടുത്ത പ്രാവശ്യം ഞാനിത് ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള. അല്ല, വനിതാ നേതൃത്വത്തെ ഇതില് വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ശരി, പാവാ ഞാൻ റെഡി അല്ല പോലും. അല്ലെ, നിങ്ങൾ ഇത്രയും കാലം ടെണി ടോം അടക്കമുള്ളവരുടെ പാവായിരുന്നു എന്നായിരുന്നല്ലോ കേട്ടിരുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും രാജിവെച്ചല്ലോ, നല്ല കാര്യം. ഇനി ഈ പറയുന്ന ശ്വേതാ മേനന്റെ കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, വണ്ണന്റെ ഉള്ളിൽ ലക്ഷ്മി പ്രിയ ചേച്ചി രാജിവെച്ചതിന് ശേഷം എന്തൊക്കെയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും മൂപ്പത്തിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്വം ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നരേഷനുകൾ മാത്രം വിശ്വസിക്കുന്നു. എന്തൊരു സൈഡ്? മറ്റേ അൻസിബ കേസുമായി ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, അൻസിബയെ വ്യാജ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടോർച്ചർ ചെയ്യുകയും ചെയ്ത സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് അൻസിബ അമ്മ സംഘടനയിൽ പരാതി കൊടുത്തപ്പോൾ അമ്മ സംഘടന ഒരു നടപടി എടുത്തില്ല. അതിനുശേഷം അൻസിബ ചെയ്ത പരിപാടി എന്താണ്? മീഡിയയിൽ ഒന്ന് കാര്യം അവതരിപ്പിച്ചു. മീഡിയ ഈ സംഭവം ടേക്കപ്പ് ചെയ്തു. അതിന്റെ ചൊറുക്കാണ് ഇപ്പൊ ലക്ഷ്മി പ്രിയ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഒരു ബാങ്ക് കിട്ടുന്നു. സംഭവം മൊത്തം ആശാത്തിന്റെ കയ്യിൽ നിന്ന് പോയിക്കുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാലോ. അതിലെ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പാവണ്ടില്ലേ ചേച്ചി എന്ത് പറഞ്ഞാലും ചെയ്താലും ആൾക്കാരത് വളച്ചൊടിക്കാണല്ലോ. ചേച്ചിനെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു. ചേച്ചി മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അതാണ് പ്രശ്നം. ബാക്കി പറഞ്ഞാലും ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, എന്തൊക്കെ വന്നാലും ചേച്ചിനെ മീഡിയാസ് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത്. അതിപ്പോ ചേച്ചിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരി, ചേച്ചിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തോളണം. അല്ലെ ചേച്ചി? വല്ലാണ്ടും കൂടെ മെഴുകല്ലേ ചേച്ചി. ഈ മീഡിയാസ് എല്ലാവരും മനുഷ്യന്റെ ഭാഗത്ത് നിന്നതിനുള്ള ചൊറുക്കാണ് ചേച്ചി ഇപ്പൊ കാണിക്കണം എന്നുള്ളത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ബാക്കി പറഞ്ഞാലും പക്ഷെ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ. എന്തിന്? അൻസിബന്റെ ഭാഗത്ത് നിന്നതിനോ? അങ്ങനെ ഇപ്പൊ എല്ലാത്തിനും ഉത്തരവാദിത്വം മീഡിയാസിനെ തലയിലിട്ട് ഒയ്യാൻ നോക്കല്ലേ ചേച്ചി ചെയ്തു കൂട്ടിയ നാരത്തരങ്ങൾ ഇത്രയും കാലം പുറത്തു വന്നിട്ടില്ല.
ഇല്ലായിരുന്നു. അതിപ്പോ മീഡിയാസ് പുറത്തു കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അതിന് ഉത്തരവാദിത്തം മീഡിയാസിനെ തലയിലിടാൻ നോക്കണ്ട. ചേച്ചി വല്ലാണ്ട് അങ്ങോട്ട് പുണ്യാളത്തി ആവല്ലേ. ബാക്കി പറഞ്ഞാലും ഗൂഢാലോചനയൊന്നും എനിക്ക് പറയാനില്ല ചേട്ടാ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, അതുകൊണ്ട് ചേച്ചി എന്തുകൊണ്ടും രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ചേച്ചിക്ക് പറ്റിയ പണി എന്നുള്ളത്. എന്തായാലും ചേച്ചി അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞല്ലോ ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നുള്ളത്. ചേച്ചിന്റെ സൈഡ് ഇവിടെ എല്ലാവരും കേട്ട്, രണ്ട് സൈഡും കേട്ട്, അൻസിബിന്റെ സൈഡും കേട്ട്, ചേച്ചിന്റെ സൈഡും കേട്ട്. പക്ഷെ എല്ലാവർക്കും കൂടുതൽ ഫെയർ ആയിട്ട് തോന്നിയത് അൻസിബിന്റെ സൈഡാണ്. കാരണം അൻസിബ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറോട് കൂടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങളോ ബബ്ബ പഠിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് എന്താ തോന്നുക, അൻസിബിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അൻസിബിന്റെ കൂടെ നിന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മര്യാദയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അറിയാത്തത് മാധ്യമങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വന്തം ഭാഗം ന്യായീകരിക്കല്ലേ ചേച്ചി. ബാക്കി പറഞ്ഞായിരുന്നു അത് എനിക്കുൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. എന്നിട്ട് എന്താ ആ ബില്ലുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റാത്തത്? അതുകൊണ്ടല്ലേ ഈ ഭരണസമിതി പിടിച്ചുവിടേണ്ടി വന്നത്. കുറെ ബില്ലുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് അവതരിപ്പിക്കാൻ പറ്റണം. അങ്ങോട്ട് മെഴുകാനല്ലേ ചേച്ചി. ബാക്കി പറഞ്ഞാലും അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. അവിടെയും ബാബുരാജേട്ടന്റെ മണ്ടക്ക് ചേതമാനം ചെയ്ത പോലെ തന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കറക്റ്റ് ആയിരുന്നു, ഒക്കെ മുമ്പുള്ള ഭരണസമിതിന്റെ പ്രശ്നങ്ങളാണെന്നൊക്കെ ഇത് രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ഇതേ കാര്യം പറയില്ലല്ലോ. എന്നാലും ബാക്കി പറഞ്ഞാലും 10 മുതൽ ഇതുവരെയുള്ള എത്ര ചെറിയ മാസങ്ങളേ ഉള്ളൂ. ഈ മാസത്തെ കണക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ കരുതുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിടിച്ച് പുറത്തിട്ടത്. ബാക്കി പറഞ്ഞാലും തീർച്ചയായും ഇല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ആദ്യം ഉണ്ടാവണം. അതെ, ആ വിവേചന ബുദ്ധി ചേച്ചിക്കും ചേതാമേനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞതൊക്കെ. അൻസിബക്കുള്ള കുത്താണ് കേട്ടോ. അൻസിബയും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്, അത് സംഘടനാപരമായി കണ്ടതാണ് പ്രശ്നം എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. അങ്ങോട്ട് മെഴുക തന്നെയല്ലേ, എന്ത് പറയാനാണ്. അല്ലെങ്കിൽ ചേച്ചിന് മെഴുക കാണാൻ നല്ല രസമാണ്. ബാക്കി പറഞ്ഞാലും വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായ പ്രശ്നത്തെ അങ്ങനെ കാണാനും കഴിയാത്തിടത്തോളം കാലം ഇനി ഏത് കമ്മിറ്റി വന്നാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവര് മുൻകൂട്ടി ഒരു അജണ്ടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളും, അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്തതിലേക്ക് പോകുന്നത്? അത് ചേച്ചിയുടെ വേർഷനാണ്, എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. അതെ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് മാറി നിൽക്ക്. ഞാൻ അപ്പുറത്ത് പോയി ഒന്ന് പൊട്ടിക്കരയട്ടെ. എന്താണിത് ഇല്ലേ ചേച്ചി? പാവനുണ്ടാ ചേച്ചി. എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കുക. അപ്പുറത്ത് പോയി ഒന്ന് കരഞ്ഞോട്ടെ. ആ വിങ്ങി പൊട്ടണ അതിന്റെ മനസ്സ്. അത് ചേച്ചിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ചേച്ചി പോയിക്കോളൂ, അതാണ് നല്ലത്. ഇനി ചേച്ചിയെ കുറിച്ച് അമ്മ സംഘടനയിലെ മായാ വിശ്വനാഥും നീന കുറുപ്പും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ആ സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? ലക്ഷ്മിപ്രിയ ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെയും ചവിട്ടി താഴ്ചയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ, ആരുമല്ല. രാജ്യം പറയാം. ഇനി അവർ അതെ, എന്തും പറയാം. സംഭവം വരും ആ ശ്വേതമേനും ഗ്രൂപ്പും തമ്മിൽ അത്ര രസത്തിലല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ലക്ഷ്മിപ്രിയനെ കുറിച്ച് പറഞ്ഞത് ഏറെ കുറക്കെ ശരിയൊക്കെ തന്നെയാണ്. അത് വേറെ കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. എനിക്ക് തോന്നുന്നു 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് നടന്നത്. ഈ സമിതി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ചതിന് എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ
ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞാൻ നന്ദി പറയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷെ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എന്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു സമാധാനമുണ്ട് എനിക്ക്. നീതി കിട്ടിയെന്ന് കരുതുന്നു അൻസിബ? ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എനിക്ക് ഈ സംഘടനയിൽ പറയാനുള്ളത്, ഈ കമ്മിറ്റി, അതായത് ഇപ്പോ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോവേണ്ടി വന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന സമയത്ത് പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ എന്റെ റിക്വസ്റ്റ് ആണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒഫീഷ്യലി വിളിക്കുക എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന നീതിപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. ആ ന്യായപരമായിട്ടുള്ള ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇനി വരുന്ന ഭരണസമിതി ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ, ഇവിടെ അതിജീവിതാന്ന് ഉദ്ദേശിച്ച എല്ലാവർക്കും മനസ്സിലായല്ലോ. മറ്റേ ദിലീപ് കേസിൽ ആക്രമിക്കപ്പെട്ട നടില്ലേ, അവരാണ് ഉദ്ദേശിച്ചത്. അവരെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചു വിളിക്കണം എന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. അതിപ്പോ എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് അൻസിബയുടെ കൂടി വിജയമാണ് അല്ലേ. കാരണം അൻസിബ ഈ വിഷയം കൃത്യമായി മീഡിയയിൽ ടേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അൻസിബക്ക് ഇവിടെ നീതി കിട്ടില്ലായിരുന്നു. എന്തായാലും ഇതിനിടയിൽ ടിനി ടോമിനോട് ഇതിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ആവുന്ന കണ്ടോക്കാം. മിണ്ടാതെ പോയിക്കോ, അതാണ് നല്ലത്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്തിനാണ് വെറുതെ ഏറി കയറുന്നത് അല്ലെ. ഇത്രയും കാലം ഏറി കയറിന് ധാരാളം. ടിനി ടോമിന്റെ ഒരു കണ്ടകശേരി നോക്കണേ നിങ്ങൾ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴുള്ള ഭരണസമിതി പിടിച്ചുവിട്ട സാഹചര്യത്തിൽ രമേശ് പിഷാരടി അടങ്ങുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി അഥവാ ഒരു താൽക്കാലിക കമ്മിറ്റി ഇപ്പൊ നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾ മാത്രമേ അവർ ഭരണത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാണെങ്കിൽ ഒരു പെർമനന്റ് കമ്മിറ്റി രൂപീകരിക്കപ്പെടും. അതിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.